ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദുഃഖം എന്നുള്ളത് ദൈവം തന്നിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദുഃഖത്തിനിടയിൽ ഒരു വിശ്വാസിക്കുള്ളത് പ്രത്യാശയാണ്. എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യാശ? നമ്മെ വിട്ട് കടന്നു പോകുന്നവരെ വിശ്വാസത്തിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് നമ്മെ വിട്ട് കടന്നു പോകുന്നവരെ നാം ഒരിക്കൽ വീണ്ടും കാണും. അതാകുന്നു നമ്മുടെ പ്രത്യാശ. ശീമോച്ചായന്റെ ഭൗതിക ശരീരം ഈ ലോകത്തിൽ തീർന്നു. ഇപ്പോൾ ആ ദൈവദാസൻ കർത്താവിന്റെ പ്രതീക്ഷയിൽ വിശ്രമിക്കുന്നു. നമ്മുടെ പ്രത്യാശ നാമും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. അപ്പോൾ നാം എടുക്കപ്പെടും. അപ്പോൾ പിതാവിനെയും നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പെന്തക്കോസ്ത് ക്രിയേഷന്റെ
സജീവ അംഗമായിരിക്കുന്ന ജോസഫ് സൈബർ ഞങ്ങളോരത്തിൽ വഹിക്കുന്ന കുഞ്ഞുമാർക്ക് കുടുംബം അവര് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ആ പട്ടണത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മീയ ആരാധന കഴിക്കാനും ദൈവത്തെ ബന്ധപ്പെടുവാനും ദൈവസ്ഥ സ്വാഗതം ചെയ്യും. സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം ഈ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ, സമാധാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസ പറയുമ്പോൾ കർത്താവ് താൻ ഗംഭീര നാമത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ ക്രിസ്തുവിൽ മരിച്ച ഭൂമിയോട്ടിലേക്ക് പിന്നെ ജീവനോട് ശേഷിക്കുന്ന കർത്താവിനെ എതിരേൽപ്പാൻ രൂപാന്തരപ്പെടുകയും ചെയ്യും. ദൈവം പഠിപ്പിക്കുന്നു. അങ്ങനെ ആശ്വസിക്കുന്നതാകട്ടെ. ഭൂമിയിൽ അയക്കുന്നപ്പോൾ ഇതിനപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിച്ചു പോകുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. വിശുദ്ധ പഠിക്കുമ്പോൾ കർത്താവിൽ മരിക്കുന്ന പ്രധാനമാണ് ഭാഗ്യവാന്മാർ. മരണം ഭാഗ്യമായി ശാന്തമായി മരണം കടന്നു വന്നത് വിശുദ്ധയുടെ ആദ്യ നാളിൽ പറഞ്ഞിരിക്കുന്നു. അതേപോലെ ഒരു നാളുകൾ അത് ഭാഗ്യമായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ശാന്തമായ ഭാഗ്യമായി എന്നതാണ് വേദപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലെ വിഷയം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ശാന്തമായി അവരുടെ ഭാഗ്യമായി വരുവാൻ പിന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന മനുഷ്യവർഗത്തിന്റെ ശാപമാണ് ഏറ്റെടുത്ത് മനുഷ്യർക്ക് വിമോചനം എന്ന് പറഞ്ഞ സുവിശേഷത്തിന്റെ സന്ദേശം. എന്നാൽ എല്ലാവരും ഭാഗ്യമായി കൈകൊണ്ടിരിക്കുന്നില്ല. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്നവരും കൈകൊണ്ടിരിക്കുന്ന കർത്താവ് ജീവിക്കണം. കർത്താവ് ജീവിക്കണം. കർത്താവ് ജീവിക്കണം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവിന്റെ മകൻ പ്രിയമാണ്. ഇന്ത്യൻ ദൈവസഭ എന്നറിയപ്പെടുന്ന IPCPCK സഭയുടെ കുവൈറ്റിലുള്ള സഭയുടെ ഒരു സജീവമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ കുടുംബം അവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾ ഞാൻ ആ പട്ടണത്തിൽ ആ സഭയോട് ബന്ധശുശ്രൂഷിച്ചു. വളരെ അടുത്ത സ്നേഹബന്ധങ്ങളുള്ള കുഞ്ഞുങ്ങളായിരുന്നു. സ്നേഹബന്ധങ്ങളുടെ ആവശ്യക്കാർക്ക് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ഭക്തിയോടെ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാന്യ വ്യക്തികൾ കുഞ്ഞുങ്ങളാണ്. മറ്റേ സഹോദരങ്ങളൊന്നും വളരെ എടുക്കപ്പെട്ടായിരിക്കുന്നു. അങ്ങനെ വലിയ പ്രത്യാശയുള്ള കുടുംബത്തിലാണ് പ്രിയപിതാവായിരുന്നു നമ്മൾ. ആ പ്രത്യാശത്തിന്റെ ദൈവം പറയട്ടെ. കർത്താവ് ഗംഭീരനാമത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടുകൂടെ സ്വർഗത്തെ വൈകുള്ള ക്രിസ്തുവിൽ മനുഷ്യരെ ശിഷ്യന്മാരും എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് പ്രിയപിതാവ് എഴുന്നേറ്റിലുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശ നമുക്ക് വയ്ക്കാം. താൽക്കാലികമായ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാനും എന്റെ കുടുംബവും വിശേഷിച്ച് IPCPCK സഭയുടെ മുൻ ശുശ്രൂഷകന്മാരുടെയും പേരുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാർത്ത ദൈവത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ സ്നേഹം, പ്രിയ ശിവചാര്യരുടെ പ്രിയവതി, ഞാൻ പറയുന്നു. ഒരു ദീർഘവർഷക്കാരുടെ പരിചയവും സ്നേഹവും കൊടുത്തു. ഒരുപാട് ഒത്തിരി ഒന്നിച്ച് പല കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ജോർജുട്ടി എന്റെ സഹപാഠിയുടെ സുഹൃത്തുമാണ്. അതുപോലെ തന്നെ എല്ലാ മക്കളുമായി ഏറ്റവും അടുത്തിട്ടുള്ള കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ കുടുംബമായിട്ട് ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു ആന്തരികത്തെ ഞങ്ങളുടെ കുടുംബമായിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ട് എപ്പോൾ കണ്ടാലും സന്തോഷമായി തന്നെ ഇടപെടുന്ന ശിവമാചാര്യരുടെ മക്കളൊക്കെ വളരെ സൗഹാർദ്ദമായിട്ട് ഇടപെടുന്ന ഒരാളുകളാണ്. ശിവമാചാര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് 90 വർഷക്കാലം ഈ ഭൂമിയിൽ ഈ പട്ടണത്തെയോ ഭാഗ്യം കൊടുത്തു. മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും മക്കളുടെ സമൃദ്ധിയിലൊക്കെ സന്തോഷിക്കുന്നതിനോടൊപ്പം ഇതാകാൻ കഴിഞ്ഞു. വളരെ സന്തോഷകരമായ ജീവിതത്തിൽ അവസാന നാളുകളൊക്കെ വളരെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുവാൻ ദൈവം സഹായിച്ചു. പ്രിയ പിതാവിന്റെ വേർപാട്